കുറേ ദിവസത്തെ അടുപ്പിച്ചുള്ള ഷിഫ്റ്റും പിന്നെ ഒരു GP അപ്പോയിൻമെൻറ്റും നല്ല പനിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സമയമൊക്കെയാണ്. എന്നാലും ഒന്ന് പുറത്ത് പോകാമെന്ന് ഓർത്തു. ഒറ്റയ്ക്കല്ല പുറത്ത് പോകണം. അതൊരു ബറ്റാലിയൻ തന്നെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ക്വിക്കായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഇവിടെ ഇതിന് മുമ്പ് ഒരു സാരി ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല കൊട്ട സമ്മറിലാണ് വന്നേക്കണത്. അപ്പോൾ എന്തായാലും ഒരുപാട് സമയമൊന്നും ഈ വെയിലും കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒരു 2 മണിക്കൂർ മാക്സ് ടു മാക്സ് അത്രയൊക്കെ നമ്മളവിടെ നിന്നിട്ടുള്ളൂ. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി, കുറേ നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. മലയാളികളുണ്ടായിരുന്നു, എവിടെ പോയാലും മലയാളികളാണല്ലോ, മലയാളികളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സന്തത സഹചാരി രാഹു കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം എല്ലാം മറന്നൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഈ ജോലി ഷിഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. മിക്കവരും ഇങ്ങനെ തന്നെ കേട്ടോ ഇവിടെയൊക്കെ ഉള്ളവരെ. ഇങ്ങനെ ഓടി കിടക്കുമ്പോൾ ഒരു റോബോട്ടിക് ലൈഫാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അല്ല ഞാനൊരു മനുഷ്യൻ തന്നെ ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്യണത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സാരി ഫോട്ടോഷൂട്ട് നടത്തിയപ്പോൾ നമ്മുടെ മൈലാശാൻ ഉണ്ടായിരുന്നല്ലോ, പുള്ളി കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. പുള്ളി ഇന്ന് പാർക്കിൻ്റെ ഉള്ളിലല്ലായിരുന്നു, പുള്ളി പുറത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, അവിടെയായിരുന്നു ഇന്ന്. ആകെ ഒരു ഡൾ മൂഡാണ്. കാരണം ഒരു പൂച്ച പുള്ളീനെ ഇങ്ങനെ ചേസ് ചെയ്ത് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പുള്ളി ആകെ മൂഡ് ഓഫായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളോടത്ത് സഹകരിക്കാഞ്ഞുണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, യൂട്യൂബിൽ മയിലിൻ്റെ ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് പുള്ളി ഇങ്ങനെ വരിക, നമ്മുടെ നാഗവല്ലീനെ നമ്മൾ വിളിക്കുമല്ലോ ക്ലൈമാക്സിൽ, അതുപോലെ ഇങ്ങനെ വിളിച്ച് വരുത്തി കളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് പീലി വിരിക്കൂ എന്ന് പറയുന്നുണ്ട്. എവിടെ പുള്ളി ഇന്ന് വിരിച്ചൊന്നുമില്ല. ബട്ട് നമ്മൾ തൊട്ടടുത്തൂടെ ഇങ്ങനെ പോയതും ഒരു സന്തോഷമാണ്. എന്ത് ഭംഗിയല്ലേ ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അടുത്തൂടി പോകുമ്പോൾ ഭയങ്കര ഒരു കൗതുകം. പണ്ട് ഒമാനിൽ വെച്ച് ഒരു ഫാമിലി ആയിട്ട് പോയപ്പോൾ മയിലിനെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് മയിലിൻ്റെ പുറകെ ഓടിയതൊരു കാര്യം എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നു. ഓക്കെ, പിന്നെ ഈ സ്ഥലം അടിപൊളിയാട്ടോ. ഭയങ്കര ഒരു പോഷ് ഏരിയ ആണ്. ഓരോ സ്ട്രീറ്റിലും ഓരോ വീടുകളും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ പാർക്കിൽ വെച്ചിട്ട് ഇതേ ഒരു പ്രാവ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇങ്ങനെ നടന്ന് കൊഴിഞ്ഞപ്പോൾ ഒരിടത്ത് ഇരുന്നതാണ്. പക്ഷേ പാർക്കിൽ വെച്ച് ആ പ്രാവ് എൻ്റെ പുറകിൽ വന്ന് എൻ്റെ മേത്ത് കയറിയപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. നന്നായിട്ട് അതിൻ്റെ നഖം കൊണ്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവരത് വീഡിയോ എടുത്ത് കണ്ടപ്പോൾ നല്ല രസം. ഞാൻ പേടിക്കുന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു കൊച്ചു സന്തോഷങ്ങളൊക്കെ വേണമെന്ന്, അല്ലെങ്കിൽ പിന്നെ എന്തൊരു ജീവിതമാണ്. അങ്ങനെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സമാധാനമായതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.